അങ്ങനെ കാത്തിരിപ്പിന് ശേഷം റിയൽമി 3 Pro എന്ന ഫോൺ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 13,999 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത്. ഈ ഒരു ഫോണ് റെഡ്മി നോട്ട് 7 Pro എന്ന ഫോണിന് ഒരു തിരിച്ചടി തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 3 Pro എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമായിരിക്കും. റിയൽമി 3 Proയുടെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 19.5:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. നോച്ച് എന്ന് പറയുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷിലുള്ള ഒരു ബാക്ക് കവറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മിഡ് റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 14,000 രൂപയ്ക്ക് വരുന്ന ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 710 എന്ന പ്രോസസ്സർ ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട കാര്യം. 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായി വരുന്ന മറ്റൊരു വേരിയൻറ്റ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 16 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സോണിയുടെ IMX519 എന്നുള്ള സെൻസറാണ് മെയിൻ സെൻസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 25 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു സിംഗിൾ സെൻസറാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 4045 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 20 വാട്ട് വോക്ക് ഫാസ്റ്റ് ചാർജിങ് 3.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4GB റാം 64GB ഇൻറ്റേർണൽ വേരിയൻറ്റിൻ്റെ വില വരുന്നത് 13,999 രൂപയും 6GB റാം 128GB ഇൻറ്റേർണൽ വേരിയൻറ്റിൻ്റെ വില വരുന്നത് 16,999 രൂപയുമാണ്. ഏപ്രിൽ 29 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ realme.com വഴിയുമാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത്. വളരെ മികച്ചൊരു സ്പെസിഫിക്കേഷനുമായിട്ടാണ് റിയൽമി 3 Pro എന്ന ഫോൺ വരുന്നത്. അതും വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു ഫോണിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററിയും ലഭിക്കും. പിന്നെ നല്ലൊരു ക്യാമറ പെർഫോമൻസും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇത്രയും കാലം നമ്മുടെ റെഡ്മി നോട്ട് 7 Pro എന്ന ഫോണിന് 15,000 രൂപയ്ക്ക് താഴെ വേറൊരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ റിയൽമി 3 Pro എന്ന ഫോണ് റെഡ്മി നോട്ട് 7 Pro എന്ന ഫോണിന് ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും.